ഇത്തവണത്തെ പ്രവേശനോത്സവത്തിന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു ഞാൻ. 1ാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങള് തലയില് കടലാസ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെ വരെ മാതാപിതാക്കളുടെ ഓരം പറ്റി അങ്ങനെ നടന്ന മക്കള് ഇനി മുതൽ കൂടുതൽ നേരവും സ്കൂളുകളിലായിരിക്കും. അധ്യാപകരാണ് ഇനി അവരുടെ അച്ഛനമ്മമാര്. കുഞ്ഞുങ്ങളൊക്കെ മുന്നിൽ തന്നെ ഇരിക്കുമ്പോൾ അവരുടെ അച്ഛനമ്മമാര് അങ്ങ് ദൂരെ പുറകിലായിരുന്നു. ചില കുട്ടികൾ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. അപ്പോൾ ടീച്ചർമാർ വന്നിട്ട് അവരുടെ കണ്ണ് തുടച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനി അവരങ്ങനെ സ്വയം വളരട്ടെ അല്ലേ. പണ്ട് ബുദ്ധൻ പോകും മുമ്പ് ശിഷ്യനായ ആനന്ദൻ പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ സൂര്യൻ ഇതാ പോകുന്നു. ബുദ്ധൻ മറുപടി പറയുന്നത് ഇതാണ്, അപ്പോ ദീപോ ഭവ, നീ തന്നെ നിന്റെ വിളക്കാവുക. ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് പടി കയറ്റി വിടുന്ന കാലം മുതൽ എത്ര വട്ടം നമ്മുടെ മാതാപിതാക്കൾ മക്കളോട് ഇങ്ങനെ പറയാതെ പറയുന്നുണ്ടല്ലേ. ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ ദൂരേക്ക് അയക്കുമ്പോൾ, വിവാഹം നടത്തുമ്പോൾ, ദൂരേക്ക് ജോലിക്ക് പറഞ്ഞയക്കുമ്പോൾ, താമസം മറ്റൊരു വീട്ടിലേക്ക് മാറിപ്പോകുമ്പോൾ, അങ്ങനെ എത്ര വട്ടം നീ തന്നെ നിന്റെ വിളക്കാവുക. പക്ഷെ അതൊക്കെ പറഞ്ഞാലും ആ മാതാപിതാക്കളുടെ ഉള്ളില് തീയിങ്ങനെ ആളിക്കത്തുന്നുണ്ടാവും. മക്കളെ ചൊല്ലിയുള്ള മാതാപിതാക്കളുടെ ഉള്ളിലെ ഒരാളല്. എൻ്റെ ഈ 61ാം വയസ്സിലും എത്ര അകലെയെന്ന് വിളിക്കുന്ന സമയത്തും ഇപ്പോ 89 വയസ്സുള്ള എൻ്റെ അമ്മ ആദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയോ? കുട്ടിയെ, നീ വല്ലതും കഴിച്ചോ എന്ന്. അതാണ് മാതാപിതാക്കളുടെ ഉള്ളിലുള്ള ആളൽ.